ഹായ് ഹലോ ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരു ശരിക്കും പറഞ്ഞ വിദ്യാഭ്യാസ രംഗത്ത് ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് ഇന്ന് അറിയാൻ കഴിഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ കുട്ടികൾ വളരെ കഷ്ടപ്പെട്ട് എഴുതുന്ന ഒരു എക്സാമിൻ്റെ ഉത്തരക്കടലാസുകൾ കാണാതാവുക, അത് ഒരു വർഷം അല്ലെങ്കിൽ കുറേ മാസങ്ങൾക്ക് ശേഷം മാത്രം വിദ്യാർത്ഥികൾ അറിയുക, അവർ ഈ പരീക്ഷ എഴുതേണ്ടി വരിക, ആ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുകയായിരുന്നു. കേരള സർവകലാശാലയിലെ MBA പരീക്ഷയുടെ 3ാം സെമസ്റ്റർ വിഭാഗം കുട്ടികളുടെ പ്രോജക്റ്റ് ഫൈനാൻസ് എന്ന പേപ്പറാണ് ഒരു അധ്യാപകൻ്റെ ശ്രദ്ധക്കുറവ് മൂലം നഷ്ടമായിരിക്കുന്നതും കുട്ടികളുടെ ഭാവി തന്നെ അനിശ്ചിതത്തിലായിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ അധ്യാപകർ എത്ര ഉത്തരവാദിത്വം ഉണ്ട്, അല്ലെങ്കിൽ ഇതറിഞ്ഞ സർവകലാശാലയുടെ ഉത്തരവാദിത്വം എത്രയാണെന്ന് എനിക്കറിയാൻ കഴിയില്ല. കാരണം പാവപ്പെട്ട കുട്ടികൾ ഇപ്പോൾ തന്നെ ഈ വാർത്ത വെളിയിൽ വന്നതിന് കുട്ടികൾ എന്തുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് ഇതുവരെ അനൗൺസ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മെയ് 31 മറ്റോ നടന്നൊരു എക്സാമാണ് കഴിഞ്ഞ വർഷം. അപ്പോൾ അതിൻ്റെ എക്സാമിൻ്റെ ഫലം ഇതുവരെ വരാതെ ഇരുന്നിട്ട് ജനുവരിയിൽ നടന്ന ഒരു അതിൻ്റെ ഇത് അവർ പിന്നെ സെക്കൻഡ് വീക്കാണ് സർവകലാശാല പോലെ അറിഞ്ഞത് അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ നഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പോൾ ഈ പേപ്പറൊക്കെ നോക്കുക, അധ്യാപകർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സംഭവം ഉണ്ടല്ലോ, പോയ വഴിക്ക് പോയതായിരിക്കും, അധ്യാപകനെ അപ്പോൾ അറിയിച്ചില്ലയോ മറ്റെന്താണെന്ന് ഒന്നും അറിയില്ല. അതിൻ്റെ വിശദ വിവരങ്ങൾ അധ്യാപകനെതിരെ നടപടി ഉണ്ടാകും എന്ന് പറയുന്നതല്ലാതെ വേറെ ഒരു അഭിപ്രായങ്ങളും പറയുന്നില്ല. അധ്യാപകനെതിരെ നടപടി ഉണ്ടാകുമായിരിക്കും. എന്നിരുന്നാലും കുറച്ച് കുട്ടികളുടെ 71 പേപ്പർ അങ്ങോട്ടാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കൂ. അവർ ഒരുവിധമൊക്കെ എക്സാമൊക്കെ എഴുതി ആ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. അവരുടെ അടുത്തേക്ക് വരുന്നത് തങ്ങളുടെ പേപ്പർ നഷ്ടപ്പെട്ടു പോയെന്നുള്ള വിവരമാണ്. അപ്പോൾ അവർ ഇനിയും എക്സാം എഴുതണം. അപ്പോൾ ഇതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്നവരുടെ എക്സാം ഫീസ് മാത്രമാണ്. അപ്പോൾ ഇനി എന്താണ് ഇവർ നടത്താൻ പോകുന്നത് എന്നൊന്നുമില്ല. 2022-24 ബാച്ചിൻ്റെ MBA കുട്ടികളുടെ 3ാം സെമസ്റ്റർ പേപ്പറാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വലിയൊരു ഗുരുതരമായൊരു പിഴവ് തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം കുറേ കുട്ടികളുടെ ഭാവി അനിശ്ചിതത്തിലാകുന്ന ഒരു സംഭവം. അതല്ല എത്രത്തോളം ശ്രദ്ധക്കുറവുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സർവകലാശാല ഇത്രയും ദിവസം അത് മറച്ചു വെച്ചു. അധ്യാപകൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു ശ്രദ്ധക്കുറവ് അത് എത്ര വലിയ ഇതാണെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് തന്നെ ആയാലും ഇതിനെതിരെ നല്ലൊരു വിദഗ്ധമായ ഒരു ഉപദേശം സർവകലാശാല തേടേണ്ടിയിരിക്കുന്നു. കാരണം കുട്ടികളുടെ ഭാവി വെച്ച് ഒരിക്കലും കളിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർക്ക് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അവർ എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്ന സമയത്താണ് അറിയുന്നത് തങ്ങളുടെ പേപ്പറുകൾ നഷ്ടമായെന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ആർക്കും ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറമാണ്. കാരണം ചില കുട്ടികൾ നന്നായിട്ട് ആ എക്സാം എഴുതിയിട്ടുണ്ടാവും, നല്ല മാർക്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് ഇനി ഇത്രയും ഗ്യാപ്പിന് ശേഷം വീണ്ടും ആ ഒരു പേപ്പർ പഠിച്ചെഴുതുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവർ മോൾ പാസ്സാക്കിയാൽ തന്നെയും അവർ ഓരോ ഹൈ മാർക്ക് കിട്ടുന്ന കുട്ടികളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പിഴവാണ്. ഇനി ഉള്ള പരീക്ഷകളിൽ ഇതൊന്നും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പറയാൻ കഴിയും. കാരണം ഗുരുതരമായൊരു വീഴ്ചയാണ് കേരള സർവകലാശാലയിൽ നിന്നും അധ്യാപന ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കുട്ടികൾ ഇതിന് എന്ത് ചെയ്യണം എന്ന് മാത്രമാണ് അറിയാനുള്ളൂ. കുട്ടികളുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം. അപ്പോൾ അവരെ അന്വേഷിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്ര നാളായിട്ട് റിസൾട്ട് വരാത്തതെന്ന് അന്വേഷിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സംഭവം പുറത്തായത്. അപ്പോൾ എന്തായാലും വല്ലാത്തൊരു സംഭവം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.